പുതുവർഷത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് നാടും നഗരവും. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, ഇനി 2024 പിറക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്തൊക്കെയാണ് അവിടുത്തെ ഒരുക്കങ്ങൾ? എന്തെല്ലാമാണ് വിശേഷങ്ങൾ? വൃന്ദ, 2024 പിറക്കാൻ കുറച്ച് സമയം മാത്രം ബാക്കിയുള്ളപ്പോഴും തലസ്ഥാന നഗരത്തിൽ വലിയ രീതിയിലുള്ള ആഘോഷമാണ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. തലസ്ഥാനത്ത് തന്നെ പ്രധാനമായും നഗരമധ്യത്തിലും ആഘോഷമുണ്ട്. അതോടൊപ്പം തന്നെ തീരപ്രദേശങ്ങളിലായ അത് പ്രധാനമായും കോവളം, വർക്കല പോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെയും വലിയ രീതിയിലുള്ള ആഘോഷ പ്രകടനമൊക്കെ നടക്കുന്നുണ്ട്. നിരവധി ആളുകളാണ് പലയിടങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പല ഹോട്ടലുകളിലും ക്ലബ്ബുകളിലുമെല്ലാം DJ പാർട്ടികൾ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള സംഗീത സന്ധ്യ ഒക്കെ നടക്കുന്നുണ്ട്. പല രീതിയിലുള്ള പരിപാടികളും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം കനത്ത സുരക്ഷയും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു ജില്ലകളിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പ്രവേശിക്കുമ്പോഴും അതോടൊപ്പം തമിഴ്നാട്ടിൽ നിന്ന് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് പ്രവേശിക്കുമ്പോഴും വലിയ രീതിയിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ കടന്നു വേണം എത്താൻ. അതുകൊണ്ട് ഈ എക്സൈസും പോലീസും വലിയ രീതിയിലുള്ള സുരക്ഷ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പരിപാടികളിലും പോലീസിന്റെ സംരക്ഷണമുണ്ട് പലയിടത്തും. അതോടൊപ്പം തന്നെ രാത്രി 12 മണിയോടെ പരിപാടികൾ അവസാനിപ്പിക്കണമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും ശക്തമായ ഒരു വലിയ ആഘോഷം തന്നെയാണുള്ളത്. 2024 വരവേൽക്കുമ്പോൾ തന്നെ അത്തരത്തിലുള്ള വലിയൊരു ആഘോഷം ഇവിടെ ഉണ്ടാകും. തലസ്ഥാന നഗരത്തിലും മറ്റുള്ള ഇടങ്ങളിലെ പോലെ തന്നെ ആഘോഷങ്ങളെല്ലാം വലിയ സന്തോഷത്തോടെ തന്നെയാണ് നടത്തി വരുന്നത്. ഏതായാലും കൂടുതൽ ആളുകൾ പ്രധാനമായും ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ തന്നെയാണ് തമ്പടിച്ചിരിക്കുന്നത്. രാത്രി 12 മണി കഴിയുന്നതോടെ പുതുവത്സരം പിറക്കുന്നതോടെ തന്നെ എല്ലായിടങ്ങളിലും വലിയ രീതിയിലുള്ള ആഘോഷം ഉണ്ടാകും. ഏതായാലും പുതിയൊരു വർഷത്തെ വരവേൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. ഇനി അടുത്ത വർഷത്തേക്കുള്ള ഒരു കടന്നുപോക്കാണ് ഉള്ളത്. വലിയ രീതിയിലുള്ള ഒരു ആവേശകരമായ ഒരു ആഘോഷം തന്നെയായിരിക്കും ഇത്തവണയും ഉണ്ടാകുക. വിഷ്ണു, വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത്. ഈ തിരക്കിനെ എങ്ങനെയൊക്കെയാണ് നിയന്ത്രിക്കാൻ സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നത്? ഈ നിയന്ത്രണം എങ്ങനെയാണ്? ഈ തിരക്കിനെ എല്ലാം എത്തരത്തിലാണ് നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത്? നിയന്ത്രിക്കുന്ന ഘട്ടത്തിലുള്ള കാര്യങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. വൈകിട്ടോടെ തന്നെ റോഡിൽ ഗതാഗത നിയന്ത്രണമെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം സംശയം തോന്നുന്ന, അതായത് ലഹരിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ കൊണ്ട് സംശയം തോന്നുന്നവരെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ പോലീസ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റോഡിൽ വാഹനങ്ങൾ തടസ്സപ്പെട്ട് കിടക്കാതിരിക്കാനുള്ള ട്രാഫിക് നിയന്ത്രണവുമൊക്കെയും ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ തലസ്ഥാന നഗരത്തിൽ ന്യൂ ഇയർ ആഘോഷത്തിന് വലിയ തടസ്സങ്ങളില്ല. ഏതായാലും 12 മണി വരെയും വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ അരങ്ങേറും. സുരക്ഷയുടെ കാര്യത്തിലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടായിട്ടില്ല. എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട്. പുതുവർഷത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ നാടും നഗരവുമെല്ലാം. ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വൻ തിരക്കുകളാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഫോർട്ട് കൊച്ചിയിൽ നിന്നും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള തിരക്കുകൾ അനുഭവപ്പെടുമ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി AT അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, ഫോർട്ട് കൊച്ചിയുടെ വിശേഷങ്ങൾ എന്തെല്ലാമാണ്? വൃന്ദ, ഇവിടെ ഇപ്പോൾ പരേഡ് ഗ്രൗണ്ടിൽ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ, അല്പസമയത്തിനകം തന്നെ പുതുവർഷത്തെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാപ്പാഞ്ഞിയെ കത്തിച്ചുകൊണ്ടുള്ള ചടങ്ങുകളെല്ലാം ആരംഭിക്കും. ഇവിടെ ഇപ്പോൾ നിരവധി പേരാണ് ഈ ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ മറ്റ് പ്രദേശങ്ങളിലടക്കം, ഫോർട്ട് കൊച്ചിയുടെ മറ്റു ഭാഗങ്ങളിലടക്കം വലിയ ക്രമീകരണങ്ങൾ ഈ പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. ഇവിടെ ബാൻഡ്, അതായത് മ്യൂസിക് ബാൻഡിന്റെ പെർഫോമൻസ് ഒക്കെ തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. ഒരു ബാൻഡിന്റെ പെർഫോമൻസ് ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ നടക്കാൻ പോകുന്നത്, ഇതിന്റെ ഒരുക്കങ്ങളിലാണ്, അത് നടക്കാൻ പോകുന്നത് കോഴിക്കോട് നിന്നുള്ള ഒരു ബാൻഡിന്റെ പെർഫോമൻസ് ആണ്. അതാണ് ഇനി അല്പസമയത്തിനകം തന്നെ ഇവിടെ, ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇവിടെ തുടങ്ങാൻ പോകുന്നത്. എന്തായാലും നിരവധി ആളുകൾ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും ആളുകൾ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ പാപ്പാഞ്ഞി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലെ ചില ഒരുക്കങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതുകൂടി പൂർത്തിയായി അതിവിടെ ഒരുങ്ങി നിൽക്കുകയാണ്. ഇനി അല്പസമയത്തിനകം തന്നെ പുതുവർഷത്തെ വരവേൽക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിനെ പാപ്പാഞ്ഞിക്ക് തീ കൊടുത്തുകൊണ്ട്, പാപ്പാഞ്ഞി എരിച്ചുകൊണ്ട് നമ്മൾ 2024 വരവേൽക്കുന്നു.
എന്തായാലും അടുത്ത ബാൻഡിന്റെ പെർഫോമൻസിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് എല്ലാവരും. ഈ സംഗീതം അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു കാര്യം. അതിന്റെ അകമ്പടിയോട് കൂടിയാണ് എല്ലാവരും തന്നെ ഈ പുതുവർഷത്തെ വരവേൽക്കുന്നത്. എല്ലാ ആഘോഷങ്ങളിലും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ നേരത്തെ കാൽനട യാത്രികരെ ഇങ്ങോട്ട് നേരത്തെ കടത്തിവിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഭാഗത്തേക്ക് കടത്തിവിടുന്നില്ല. പോലീസ് അവിടെ ബാരിക്കേഡ് ഉപയോഗിച്ച് അത് തടഞ്ഞിരിക്കുകയാണ്. പലരും മതിൽ ചാടിയൊക്കെ കടക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. അവരെ എല്ലാവരെയും തന്നെ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി തന്നെ പോലീസ് തിരിച്ചയച്ചിട്ടുണ്ട്. സ്ത്രീകൾ, പെൺകുട്ടികൾ അടക്കമുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ തന്നെ ഇപ്പോൾ തിരിച്ച് അയച്ചിരിക്കുകയാണ്. കനത്ത സുരക്ഷയാണ് ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ. ഇവിടെ വെച്ചിരിക്കുന്ന ഓരോ CCTV ക്യാമറകളും 24 മണിക്കൂർ അത് ഈ പരിപാടി കഴിയുന്നതിന് മുൻപ് തന്നെ ഇത് നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു. ഇപ്പോഴും കൃത്യമായി അത് കൺട്രോൾ റൂമിൽ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ ചില പൊതുനിർദ്ദേശങ്ങളൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതായത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ചില ക്രമീകരണങ്ങൾ, അതായത് സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ, മാലപൊട്ടികൾ, മോഷണം തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിന് വേണ്ടി ഈ ജനങ്ങൾക്കിടയിൽ തന്നെ, ഈ കാണികൾക്കിടയിൽ തന്നെ മഫ്തിയിൽ പോലീസ് ഉണ്ടാകും. വനിതാ പോലീസ് അടക്കം മഫ്തിയിൽ ഇതിനിടയിൽ ഉണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടാണിത്. ഒപ്പം തന്നെ ഈ ബാരിക്കേഡുകൾ മാറ്റി 12 മണിക്ക് ശേഷമായിരിക്കും ഓരോ ബാച്ചുകളായിട്ട് ആളുകളെ ഇവിടെ നിന്നും പുറത്തേക്ക് വിടുക. അതുകൊണ്ട് തന്നെ ആ ഒരു തിരക്ക്, പെട്ടെന്നുള്ള ഒരു തള്ളിക്കയറ്റം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ബാൻഡ് പെർഫോമൻസ്, മ്യൂസിക് നൈറ്റ് കുറച്ച് സമയം കൂടി തുടരും. 1 മണി വരെ തുടരുമെന്നാണ് പോലീസ് നമ്മളോട് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. സാധാരണഗതിയിൽ 12 മണി വരെയാണ് ഇത് ഉണ്ടാകാറുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിർത്തേണ്ട ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുമിച്ച് ആളുകൾ പുറത്തേക്ക് പോകുന്നത് കൂടുതൽ അപകടത്തിന് വഴിയൊരുക്കും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് 1 മണി വരെ ഇത് നീട്ടിയിട്ടുണ്ട്. എന്തായാലും മറ്റ് കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ബാൻഡിന്റെ പെർഫോമൻസ്, രണ്ടാമത്തെ ബാൻഡിന്റെ പെർഫോമൻസ് ആണ് ഇപ്പോൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും പോലീസ് കൺട്രോൾ റൂം, പോലീസ് VHF കൺട്രോൾ റൂം യൂണിറ്റ് ഇവിടെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ എമർജൻസി റൂട്ടുകളുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ നമ്മൾ കാണുന്ന പരേഡ് ഗ്രൗണ്ടിന്റെയും അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചിയുടെയും വിവിധ ഭാഗങ്ങളിലായിട്ട് ചില എമർജൻസി റൂട്ടുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. അതൊരു എമർജൻസി, അടിയന്തര സാഹചര്യത്തിൽ ഒരു ആംബുലൻസിനൊക്കെ പോകേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതിന് പരേഡ് ഗ്രൗണ്ട്, വാസ്കോ സ്ക്വയർ, ചാരിയറ്റ് ജംഗ്ഷൻ, ടവർ റോഡ് ജംഗ്ഷൻ, സെന്റ് പോൾ സ്കൂൾ, ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രി, ആസ്പിൻ വാൾ, ആ റൂട്ടിലാണ് ആ വഴിയാണ് നമ്മുടെ എമർജൻസി പാത്ത് ഇപ്പോൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. രണ്ടാമതൊന്ന് പരേഡ് ഗ്രൗണ്ട്, ക്യൂറോ സ്ട്രീറ്റ്, റാംപാട്ട് സ്ട്രീറ്റ്, ബസിലിക്ക ജംഗ്ഷൻ, കുന്നംപുറം, ആ ഒരു ഭാഗത്തായിട്ടാണ്. അങ്ങനെ 2 എമർജൻസി റൂട്ട് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ ബാൻഡിന്റെ പെർഫോമൻസ് തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഒരു ആഘോഷത്തിലേക്കും ആവേശത്തിലേക്കും ഒക്കെ ആളുകൾ കടക്കുകയാണ് എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. ഇപ്പോൾ ആദ്യത്തെ ബാൻഡിന്റെ പെർഫോമൻസ് കഴിഞ്ഞ് വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ആ ബാൻഡിന്റെ പെർഫോമൻസിലും ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ക്ഷമിക്കണം, ഇപ്പോൾ വീണ്ടും ഇത് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ അതേ പെർഫോമൻസ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ വോളണ്ടിയേഴ്സും എല്ലാവരും ഇവിടെ ഉണ്ട്. ഇതിന്റെ ചില ആളുകളെ കൂടി നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇതിന്റെ ക്ഷമിക്കണം ബൃന്ദ, നമുക്ക് ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഇവിടുത്തെ ഈ കൃത്യമായിട്ട് നമ്മുടെ ക്ഷമിക്കണം ഒരു നിമിഷം, ഇതുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ MLA ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെയൊക്കെ അദ്ദേഹം ഇവിടെ എന്റെ പുറകിലുള്ളത് പാപ്പാഞ്ഞിയാണ്. പാപ്പാഞ്ഞിയെ കത്തിച്ചുകൊണ്ടാണ് ഇവിടുത്തെ മറ്റ് പരിപാടികളിലേക്ക് കടക്കുന്നത്. എന്തായാലും ഇവിടെ MLA ഇവിടെ സ്ഥലത്തെത്തി ഇവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. കാർണിവലിന്റെ ഒരു പ്രധാനമായിട്ടുള്ള പപ്പാഞ്ഞ കത്തിക്കൽ ഡിസംബർ മാസം 34 തീയതിയാണ് ചെയ്യുന്നത്. കൊച്ചി കാർണിവലില് ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഇനമാണ് പപ്പാഞ്ഞ കത്തിക്കൽ.
ഇപ്രാവശ്യം വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിലും കൂടുതൽ ആൾക്കാർ ഇപ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം വളരെ കൃത്യമായിട്ട് പരേഡ് ഗ്രൗണ്ട് ക്രമീകരിച്ചുകൊണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ സഹായം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ക്രൗഡ് വരാതിരിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലും ബാരിക്കേഡെല്ലാം വെച്ചു എല്ലാം കണ്ടുവരുന്നതുകൊണ്ട് എല്ലാവർക്കും നന്നായിട്ട് കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റ് പുറത്തുള്ള ഈ ജനത്തിരക്കിനൊക്കെ എങ്ങനെയാണ്? വലിയ ആളുകൾ, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ആ ജനത്തിരക്ക് എങ്ങനെയാണ്? അവരൊക്കെ അവിടെ നിൽക്കുന്ന മാർഗമുള്ളൂ. കാരണം നമ്മൾ പരേഡ് ഗ്രൗണ്ടിന്റെ ഒരു കപ്പാസിറ്റി 40,000 പേരാ. ഇപ്പൊ അതിന് കൂടെ അവിടെ ഉണ്ട്. ഇനി കൂടുതലേക്ക് വിട്ടാൽ ഈ പരിപാടി ആകെ കുഴപ്പത്തിലേക്ക് പോകും. അവരോട് അതൊക്കെ കണ്ടോളൂ. അവരൊക്കെ ഫോട്ടോ വെച്ച് വന്ന് ഇതിൽ പങ്കെടുത്ത് പോകുന്നല്ലാണ്ട് എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. പോലീസിനെ കൂടാതെ മറ്റു വോളണ്ടിയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഇതിനകത്ത്? പോലീസാണ് കൃത്യമായിട്ട്, വേറെ അങ്ങനെ വോളണ്ടിയേഴ്സ് ഒന്നുമില്ല. പോലീസാണ് ഇതിന്റെ കൺട്രോൾ കംപ്ലീറ്റ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഏതാണ്ട് സിറ്റി പോലീസ് കമ്മീഷൻ ഉൾപ്പെടെ ഇവിടെ സജീവമാണ്. ഏതാണ്ട് 10 അസിസ്റ്റന്റ് കമ്മീഷണർമാരുണ്ട്. ഏതാണ്ട് 10-25 CIമാരുണ്ട്. 1000-ഓളം പോലീസുകാരുണ്ട്. പുതുവർഷം വരികയാണ്. എന്താണ് പുതുവർഷത്തിന്റെ ഒരു പ്രതീക്ഷ? പുതുവർഷത്തിന്റെ വളരെ പ്രതീക്ഷയിലാണ്. ഈ പുതുവർഷം നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് കൊച്ചിക്കും കേരളത്തിനും ഏറ്റവും വലിയ നല്ലൊരു ഇതായി മാറട്ടെ എന്നുള്ളതാണ് ആഗ്രഹം. ഒരുപാട് വികസന കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഉൾപ്പെടെ പുതുവർഷം ഏറ്റവും സുന്ദരമായിരിക്കട്ടെ. എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ നേർന്നുള്ളൂ. ഇത്തരത്തിലാണ് സ്ഥലം MLA, കൊച്ചി MLA നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. വലിയ പുതുവർഷത്തിന്റെ വലിയ പ്രതീക്ഷകളൊക്കെ തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ ഇപ്പോൾ വീണ്ടും നമ്മൾ പരിപാടികളിലേക്ക് കടക്കുകയാണെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള ആവേശം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. അതായത് കോഴിക്കോട് ബാൻഡ് തകർക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് എനിക്കൊരു അല്പസമയം വൃന്ദ ഇവിടെ പാപ്പാജിയെ ഒക്കെ കാണുന്നു. ആ ബാൻഡിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്കും ആളുകളുടെ പെർഫോമൻസിലേക്കും ആളുകളുടെ ആവേശത്തിലേക്കും ഒക്കെ കടക്കുന്നതിന് എനിക്കൊരു അല്പസമയം തരണം വൃന്ദ. തീർച്ചയായും വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നു. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം വൻ തിരക്കാണ് ഈ പുതുവർഷ ദിനത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിനിടയിലും നടക്കുന്നത്. കുട്ടികളും പ്രായമായവരും മുതിർന്നവരും അടക്കം എല്ലാവരും ഈ ഒരു പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. വൃന്ദ, ഇവിടെ ഇപ്പോൾ വീണ്ടും ബാൻഡിന്റെ പെർഫോമൻസുകളെല്ലാം തന്നെ പുനരാരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു ആവേശം എന്ന് പറയുന്നത് ഇവിടേക്ക് ഒരു സൗണ്ട് സിസ്റ്റം കൃത്യമായിട്ട് എത്തുന്നതിന്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. അത് മാത്രമാണ് ഇവിടെ ഒരു വലിയ പോരായ്മയായിട്ടുള്ളത്. എന്തായാലും പുതിയ ബാൻഡിന്റെ കോഴിക്കോട് ബാൻഡാണ് ഇപ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ അവിടെ നിന്നും അതിന്റെ മുൻപിൽ നിന്നും ആ സ്റ്റേജിന്റെ മുൻപിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താ ഒരു